അത് ജിജിനാണേ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ അഭിജിത്തിന്റെ ഒരു ഫസ്റ്റ് ദിവസം ഞാനൊരു വണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് കുറേ മിസ്റ്റേക്കുകളുണ്ടായിരുന്നു അഭിജിത്ത് വണ്ടി ഓടിച്ചതിലും കാര്യങ്ങളൊക്കെ. അപ്പം അത് കഴിഞ്ഞിട്ട് കുറേ ദിവസത്തെ ക്ലാസ് കൊടുത്തു, അതൊക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എങ്ങനെയാണ് അഭിജിത്ത് ഓടിക്കുന്നതെന്നും കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കാം. അപ്പോൾ ഇന്ന് ഒരു കറക്റ്റായി എടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ടെസ്റ്റ് മാറ്റുന്നതാണ്. നമ്മൾ കറക്റ്റ് അത് ഓടിച്ചതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കറക്റ്റായിട്ട് ഓടിക്കണം. ഓടിച്ചു കഴിഞ്ഞാൽ എക്സാമിന് കൊണ്ടുപോകുള്ളൂ, ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സ്ലോട്ട് ക്യാൻസൽ ചെയ്ത് അടുത്ത ദിവസത്തേക്ക് എടുക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കൊന്ന് അഭിജിത്ത് ഓടിക്കുന്ന കാര്യങ്ങളും ഒക്കെ നമുക്ക് നോക്കാം. ഇവിടെ പ്രസ് ചെയ്താൽ മതി. വണ്ടി നമ്മൾ ഇങ്ങനെ ക്ലച്ചിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എച്ചിൽ ഓക്കെ ആണ്. നമ്മൾ ഈ ക്ലച്ചിൽ തന്നെ താങ്ങി എടുത്തു കഴിഞ്ഞാൽ വണ്ടി ഓഫായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ചെറിയൊരു ആക്സിലേറ്ററും കൊടുത്തിട്ട് ഈ ക്ലച്ച് ചവിട്ടിക്കൊണ്ട് ഗിറിട്ടില്ലേ, മറ്റേ ക്ലച്ച് റിലീസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ആക്സിലേറ്റർ. അതന്നെ ഈ ക്ലച്ചിൽ തന്നെ താങ്ങി എടുക്കുന്നതുകൊണ്ടാണ് വണ്ടി ഓഫായി പോകുന്നത്. അതുപോലെ കോർണർ സീറ്റിൽ ആരാണ് ഇരിക്കുന്നത് അവര് സീറ്റ് ബെൽറ്റ് ഇട്ടോന്നും കൂടി അതുകൂടി നോക്കണം. ക്ലച്ച് ഫുൾ അപ്ലൈ ചെയ്തിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യും. അതാണ് വണ്ടി ഓഫായി പോകുന്നതിന് കാരണം. അതാണ് പ്രസ് ചെയ്ത് കൊടുക്കുക. മിസ്റ്റേക്ക് ഞാൻ നിർത്തിക്കാം. നമ്മൾ എന്ത് ചെയ്യണം, മിറർ ചെക്ക് ചെയ്യണം, വലതുവശത്തേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടണം. ഓക്കെ, ഒരു പോയിന്റ്, ആ ഒരു പോയിന്റ് കാല് ഹോൾഡ് ചെയ്തിരിക്കുന്നു. സ്ലോയില് വെച്ചിരുന്ന കാല് റിലീസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകണം. കറക്റ്റ് സ്പീഡ് എത്തിയിട്ടാണ് പുറത്ത് കയറിക്കോട്ടെ. അത് കറക്റ്റായി. ഓക്കെ, നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ചേർന്നാണ് പോകുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഒന്ന് സൈഡ് മിററും നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ ബോണ്ട് കാണാത്ത വണ്ടികളാണെങ്കിൽ ഇതുണ്ടോ എന്റെ കൈ വെച്ചേക്കുന്നില്ലേ, അതെ. ഒരാൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സൈഡ് മിററൊക്കെ നോക്കി ഉപയോഗിക്കുന്ന വണ്ടി വരില്ല എന്ന് നോക്കിയിട്ട്, വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ബ്രേക്ക് ഒരു ബൈക്ക് വരുന്നുണ്ട്. അത് നമ്മൾ മിറർ ചെക്ക് ചെയ്യണം. 3 മിറർ നമ്മൾ നോക്കിയിട്ട് വണ്ടി ഓടിക്കണം. നമ്മള് ബോർഡ് വെച്ചേക്കുന്നില്ല, സൈൻ ബോർഡ് കീഴില്ലേ, അതെ. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അതൊക്കെ മനസ്സിലാക്കണം. അത് ചിലപ്പോൾ ചോദിക്കും എന്താണ് ആ ബോർഡ്, എന്താണ് അത് അർത്ഥമാക്കുന്നതെന്നൊക്കെ ചോദിക്കും. ടെസ്റ്റിന് പോകുമ്പോൾ അതെ. നമ്മള് വണ്ടി വരുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, വണ്ടി നിർത്തിയ ശേഷം വണ്ടി നിർത്തിയ ശേഷം നമ്മൾ വണ്ടി എടുക്കാൻ പാടില്ല. ഇങ്ങനെ ഒരിക്കലും വണ്ടി എടുത്തു വണ്ടി ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഫസ്റ്റ് ഇയർ ബ്രേക്കിൽ ഇട്ട് എത്ര പ്രാവശ്യം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു? ഹാൻഡ് ബ്രേക്ക് ഇട്ട് നീ ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കും. ഒരു ക്ലച്ച് വിട്ട് പിടിക്കും. അവിടെ നിർത്തും. ആ ക്ലച്ചില് ഒരു ബൈക്ക് പോയിന്റ് നിർത്തും, ഒരു പോയിന്റ് മതി. ഓക്കെ, ഇനി ആക്സിലേറ്റർ മാത്രം കൊടുക്കും. ആക്സിലേറ്റർ കൊടുക്കുക. ആക്സിലേറ്റർ മാത്രം കൊടുക്കുക. നീ റൈറ്റിലോട്ട് നോക്കുന്നില്ല. ഓക്കെ, ഹാൻഡ് ബ്രേക്ക് എത്തി കൊടുക്കും. ഇവിടെ ക്ലച്ചിനുള്ള കാല് റിലീസ് ചെയ്തതിന് ശേഷം ആക്സിലേറ്റർ പോരാ, ഗിയർ
മാത്രം ഗിയർ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് പോകുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കാമല്ലോ. ആ ഒരു വണ്ടി റൈറ്റോട്ട് എടുക്കണം. ഫസ്റ്റ് നമ്മൾ റൈറ്റ് മിറർ ശ്രദ്ധിക്കണം. മിറർ ചെക്ക് ചെയ്ത് ഓടിക്കും വണ്ടി. ഇപ്പൊ റോഡും കാര്യങ്ങളൊക്കെ ക്ലിയറായി. ഇപ്പൊ വണ്ടിക്ക് വേഗത, വെഹിക്കിൽ വരുന്നവർക്ക് സ്പീഡ് കൂടുതലായിരിക്കും. നമ്മൾ ഒന്നും അറിയാണ്ട് പല ദിവസത്തേക്ക് മാറുകയാണ്. എടുത്തോ ഞാൻ ബേക്കോട്ട്, ആ ടയറിന്റെ ബേക്കോട്ട് ഒരു പോയിന്റ് പോലും ബേക്കോട്ട് കറങ്ങരുത്. നമ്മൾ അങ്ങനെയൊക്കെ ബ്രേക്ക് കൊടുക്കുമ്പോൾ സൈഡ് മിറർ കൂടി ശ്രദ്ധിച്ചു കൊടുക്കണ്ടേ. രണ്ട് സൈഡിലും സീബ്ര ലൈനിൽ ആള് വരുന്നുണ്ടോ? ഓക്കെ, സീബ്ര ലൈനിൽ ആള് സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് എടുക്കരുത്, അവർ പോയി കഴിഞ്ഞു. ആ ഓക്കെ, എടുക്കരുത് എടുക്കും. ബൈക്കിൽ ഒന്ന് ഓണൊക്കെ അടിക്കും, നമ്മളത് അതനുസരിച്ച് ടെൻഷൻ അടിക്കൊന്നുമില്ല. പതുക്കെ എടുത്താണ് സീബ്ര ലൈനിൽ ആള് കയറി. അപ്പം നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കണം. അവിടെ ചിലപ്പോൾ അവിടെ നിന്ന് പെട്ടെന്ന് ആൾക്കാർ പെട്ടെന്ന് കയറി വരും. ഒരു വണ്ടി വേദന, ഒരു വണ്ടി വരുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ സീബ്ര ലൈനിൽ വെച്ച് പെട്ടെന്ന് ആ സീബ്ര ലൈനിലോട്ട് കയറും. വണ്ടി പോയി കഴിഞ്ഞിട്ടല്ല ആളുണ്ട് ഇത് വണ്ടി ആ സീബ്ര ലൈനിലോട്ട് കയറും. ചില സ്ഥലത്തൊക്കെ വണ്ടി ഇൻഡിക്കേറ്റർ അതൊക്കെ നമ്മൾ മനസ്സിലോട്ട് വന്നോളാം. ഇവർ എന്നിട്ട് എടുക്കും, ഓടിക്കും, തിരിക്കും, വളയ്ക്കും. ഇങ്ങനെ കയറുന്നുണ്ടോ? എടുത്തോ. വലിയൊരു വണ്ടി വരുന്നുണ്ടായിരുന്നെങ്കിലോ? വണ്ടി അല്ലത്. ഈ ഓട്ടോയിൽ കൊടുക്കും. ബസ് നേരെ ബസ്സിൽ കൊടുക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ അത് നിർത്തി കൊടുക്കുക. ഒന്നാമത് റോഡിന്റെ നടുവിലെത്തി എന്നിട്ടൊക്കെയാണ് ബേക്കോട്ട് നോക്കുന്നത്. അപ്പൊ നമ്മളത് നേരത്തെ കാണുന്നുണ്ട്. അത് മനസ്സിലാക്കി സ്പീഡ് കുറച്ച് പതുക്കെ വരാൻ നോക്കും. ഇനി നമ്മളിപ്പോൾ മെയിൻ റോഡിൽ നിന്ന് പോക്കർ റോഡിലോട്ട് ഇറങ്ങണം. അപ്പൊ നമ്മൾ ആ ഫസ്റ്റ് ഇൻഡിക്കേറ്റർ ഒരു 50 മീറ്റർ മുന്നേ കൊടുക്കും വലതുവശത്തേക്ക്. ഓക്കെ, ആ എന്നിട്ട് മുന്നിൽ നിന്ന് വണ്ടി വരുന്നില്ല. ഓക്കെ, ഇവിടെ ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കാം. പോക്കർ റോഡിൽ നിന്ന് ഇവിടുന്ന് വണ്ടി വരാം. അത് തന്നെ ഒന്ന് പതുക്കെ ഒന്ന് അവിടെ ശ്രദ്ധിച്ചു കൊടുക്കാം. മിറർ ചെക്ക് ചെയ്യുക. ബൈക്കിൽ വണ്ടി ചിലപ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാലും അതെ വണ്ടി കയറി വരുന്ന ആൾക്കാർക്ക് ഉണ്ടാവും. ഓക്കെ, ഗിയർ മാറി പതുക്കെ കളിച്ച് കാജ് റിലീസ് ചെയ്തു. അടുത്ത ഗിയറിലോട്ട് ബ്രേക്കിന്റെ വെള്ളയിക്കാതെ സ്പീഡ് കമ്പൗണ്ട്
ഗിയറിന് എന്തുകൊണ്ടാണ് ടൈറ്റ് വരുന്നതെന്ന് അറിയാമോ? അതെ, ക്ലച്ച് ഫുള്ള് പ്രസ്സാക്കുന്നതിന് മുമ്പ് ഗിയറിന് നോബിലോട്ട് വന്ന് ഗിയറിനെ മാറ്റി വന്ന് പതുക്കെ ഇവിടെ നിർത്തി ശ്രദ്ധിച്ചോ? ഓക്കെ, ഇവിടെ പ്രസ് ബട്ടൺ പ്രസ് ചെയ്ത് തന്നെ പിടിക്കുമല്ലോ. ഇപ്പൊ നീ ക്ലച്ചിന്ന് കാലെടുത്തതിന് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് ബാക്കോട്ട് വെച്ച് പിടിക്കാൻ.